വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. നാം ആർക്കായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? റോമർ 14 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനുള്ളവർ തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ യേശുവിനെ കിട്ടി എന്നുള്ളതാണ്. യേശുവിനെ കിട്ടിയ ദൈവമക്കൾ എത്ര പേരാണെന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നത്? നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും യേശുവിന് വേണ്ടി മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരാണുള്ളത്? പ്രിയ സഹോദരങ്ങളെ, നാം എത്ര പേരോടാണ് ഈ സത്യ സുവിശേഷത്തെ അറിയിക്കുന്നത്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ താഴത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കർത്താവാകേണ്ടതിന് യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി നമ്മെ ഓരോരുത്തരെയും ചേർക്കാൻ വരും. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിന്റെ താഴോട്ട് നമുക്ക് നോക്കിയേ കാണാൻ സാധിക്കും, എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ഈ സത്യ സുവിശേഷത്തെ നാം അനേകർക്ക് പകർന്നു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എല്ലാവരും ആ രക്ഷ പ്രാപിക്കണമെന്നതാണ്. അതിന്റെ 11 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്നാണ് എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന്. ഇത് നിവർത്തി ആക്കേണ്ട ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ നമ്മുടെ ശബ്ദത്തെ ഉപയോഗിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ താലന്തുകളെ വിനിയോഗിച്ചാൽ മാത്രമേ ദൈവരാജ്യം നമുക്ക് അനേകരുടെ ഉള്ളിൽ എത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. നാം എത്ര പേര് തയ്യാറാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, മരിക്കുമ്പോൾ യേശുവിന് വേണ്ടി മരിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഒരു നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒരു അമ്മച്ചിയുടെ ആയുസ് മുഴുവനും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. എന്നെ അധികം തൊട്ടൊരു സംഭവമാണ്. അമ്മച്ചിയുടെ താമസിക്കുന്ന പ്രദേശത്ത് 38 ഭവനങ്ങളുണ്ട്. ഈ അമ്മച്ചിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഈ അമ്മച്ചി കടവരാന്തയിലോ എവിടെയെങ്കിലുമാണ് കിടക്കുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഏതെങ്കിലും ഒരു ഭവനത്തിൽ അന്ന് രാത്രി കഴിയും. പിറ്റെന്നും അമ്മച്ചിയുടെ ജോലി ഇത് തന്നെയാണ്, എല്ലാ വീടുകളിലും കയറുക, പ്രാർത്ഥിക്കുക, സുവിശേഷം അറിയിക്കുക. ഈ അമ്മച്ചിയെ കൊണ്ട് കഴിയുന്നത് അമ്മച്ചി ചെയ്യുവാനിടയായി തീർന്നു. എല്ലാ വീട്ടിലും ദിവസവും കയറും, എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കും, എല്ലാവരോടും സുവിശേഷം പറയും. ആ ദേശം മുഴുവനും യേശുവിനെ അറിയുവാനിടയായി തീർന്നു. ആ ദേശത്ത് എല്ലാവരും ഭയക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ അമ്മച്ചി ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് മോനെ എന്ന് വിളിച്ച് ആ വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്നു. ആ വ്യക്തി ഈ അമ്മച്ചിയെ തല്ലുവാനും കളിയാക്കുവാനും തുടങ്ങി. ഈ അമ്മച്ചി ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ അവിടെ നിന്ന് പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ അമ്മച്ചി മരിക്കുവാനിടയായി തീർന്നു. മരിച്ച സമയത്ത് ആ ദേശത്തിലെ എല്ലാ വ്യക്തികളും ചേർന്ന് ഈ അമ്മച്ചിയെ ഒരു സ്ഥലത്ത് അടക്കിയ സമയത്ത് ഈ അടക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ ഈ അമ്മച്ചിയുടെ ഒരു കുട ഇരിക്കുകയാണ്. കാരണം അമ്മച്ചിയുടെ കയ്യിൽ വേറൊന്നുമില്ല. അമ്മച്ചി ഫുള്ള് ആ ദേശത്തുള്ള ആരുടെയും വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കും, അങ്ങനെ നടക്കും, അവിടെ എവിടെയും കിടക്കും. അതായിരുന്നു അമ്മച്ചി. അപ്പം അമ്മച്ചിയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അപ്പം ഈ കുട കണ്ടപ്പോൾ ഈ വ്യക്തി, ആ ദേശത്ത് എല്ലാവരും ഭയപ്പെടുന്ന വ്യക്തി, ആ കുട ചെന്നെടുത്തു. ഇങ്ങനെ ആട്ടുവാനും അവിടെ നിന്ന് അമ്മച്ചി കളിയാക്കുവാനും ഇടയായി തീർന്നു. കുറച്ച് കഴിഞ്ഞ് ആ കുട ഒന്ന് നോക്കുകയും അത് കറക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്നൊരു പേപ്പർ കഷ്ണം താഴെ വീണു. ഈ വ്യക്തി ഈ പേപ്പറിനെ എടുത്ത് നോക്കുമ്പോൾ ആ ദേശത്തിലെ എല്ലാ വ്യക്തികളുടെയും പേര് ആ പേപ്പറിലുണ്ട്. പിന്നെ അദ്ദേഹം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാ പേരിലും ടിക്കിട്ടിരിക്കുകയാണ്. ഒരു പേരൊഴിച്ച് ബാക്കി എല്ലാ പേരും
ടിക്കറ്റിരിക്കുകയാണ്. അത് ഈ വ്യക്തിയുടെ പേരായിരുന്നു. ഈ വ്യക്തി ആ സെക്കൻഡ് അവിടെ മുട്ടുകുത്തി കർത്താവിനോട് നിലവിളിക്കാനിടയായി തീർന്നു. ഞാൻ ഉപദ്രവിച്ചിട്ടും ഞാൻ തല്ലിയിട്ടും എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ ഞാനും ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ എനിക്ക് വേണ്ടി കരഞ്ഞു. ആ വ്യക്തി ആ സെക്കൻഡിൽ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. യേശുവിന് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവർ, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അമ്മച്ചിയുടെ ആയുസ് മുഴുവനും അമ്മച്ചിയുടെ ദേശം നേടണമെന്ന് അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു. അമ്മച്ചി ജീവനോടെ ഇരുന്നപ്പോൾ ആ ദേശത്തിലെ എല്ലാ വ്യക്തികളെയും നേടി, ഒരു വ്യക്തിയെ ഒഴിച്ച് അമ്മച്ചി മരിച്ചപ്പോൾ ആ വ്യക്തിയെ നേടാനിടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ ആ കർത്താവിന് വേണ്ടി കൊടുക്കുക. എങ്കിൽ നമ്മൾ മരിച്ചു പോയാലും അത് പ്രയോജനകരമായി തീരും. അനേകരെ എന്ത് ചെയ്യും? നമ്മളൊരു പ്രചോദനമാക്കി മറ്റുള്ളവർക്ക് തീരുവാനിടയായി തീരും. ഈ നമ്മുടെ ജീവനെ നമ്മൾ നഷ്ടമാക്കി കളയരുത്. അതിനെ ഉപയോഗിക്കുവാൻ തയ്യാറായി തീരുക. ഏതൊക്കെ രീതിയിലാണോ ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പ്രയോജനപ്പെടുക. ദൈവം എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുപ്പാ, സ്തോത്രം സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന ഇന്ന് കേട്ട ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഇത് കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളും ഏതൊക്കെ വിഷയത്തോടെ ആയിരുന്നാലും അതിനപ്പൻ മറുപടി അയക്കുന്ന വിധങ്ങൾക്കായി നന്ദി. അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി നന്ദി. എല്ലാ മേഖലയിലും അപ്പൻ്റെ കൃപ ചലിക്കപ്പെടും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.